ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഞങ്ങളൊരു യാത്ര പോവുകയാണ്. അയർലൻഡിലെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ടർക്കിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ യാത്രയുടെ വിവരണങ്ങളും ഞങ്ങളുടെ അനുഭവങ്ങളും അതുപോലെ ടർക്കിയിലെ കാഴ്ചകളും വിവരിക്കുന്ന എപ്പിസോഡുകളായിട്ട് ഇത് വീഡിയോകൾ വരും. അപ്പോൾ ഞങ്ങൾ റയൻ എയറിലാണ് പോകുന്നത്. ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ബഡ്ജറ്റ് എയർ റൺ ചെയ്യുന്ന റയൻ എയറിൽ ഞങ്ങൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു. മഴ ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളായിരുന്നു. പക്ഷേ നമ്മൾ ഫാമിലി പുറത്തിറങ്ങി, എയർപോർട്ടിന് പുറത്തൊക്കെ ഇറങ്ങി പോയൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള പദ്ധതിയിലാണ്. അങ്ങനെ ഞങ്ങൾ ആ ഫ്രണ്ടിലുള്ള മാഞ്ചസ്റ്റർ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ചെറിയ ഗാർഡനിൽ കുറച്ച് റോസസൊക്കെ നട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്തുള്ള ക്ലെയ്റ്റൺ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പോവുകയായിരുന്നു. അപ്പോൾ ക്ലെയ്റ്റൺ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊന്നും കാണിക്കുന്നില്ല. എന്നിരുന്നാലും എല്ലാവരും എൻജോയ് ചെയ്തെങ്കിലും ഹൈലി എക്സ്പെൻസീവായിരുന്നു. ഒരു 13 പൗണ്ട് 14 പൗണ്ട് വീതം എല്ലാവർക്കും ചാർജ് ചെയ്തു. എക്സ്ക്ലൂഡിങ് എൻ്റെ ബേബി 2.5 വയസ്സുള്ള അവൾ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ചാർജ് ഇല്ല. അപ്പോൾ ഏകദേശം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിള്ളേരെന്തായാലും എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഈസി ജെറ്റ് വഴി വീണ്ടും അന്റാലിയ എയർപോർട്ടിലേക്ക് വണ്ടി കയറി അന്റാലിയ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇത് അന്റാലിയ എയർപോർട്ടിൻ്റെ ഉൾവശമാണ് നിങ്ങൾ കാണുന്നത്. മനോഹരമായ എയർപോർട്ടാണ്. ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ രാത്രി അല്പം വൈകിയായിരുന്നു. വളരെ ക്വയറ്റായിരുന്നു എയർപോർട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ലഗേജുകളൊന്നും പ്രത്യേകിച്ച് കളക്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് എല്ലാം ഹാൻഡ് ലഗേജാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങളൊരു റെൻ്റ് കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അന്റാലിയ ഹോളിഡേ ടർക്കിയിലുള്ള ദിവസങ്ങൾ 6 ദിവസവും ഈ കാറ് വഴി കറങ്ങാം എന്നുള്ള രീതിയിൽ നമ്മളവിടെ ഒരു റെൻ്റ് കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവയ്ക്ക് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായി ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് ടെർമിനൽ 2-ലാണ്. ടെർമിനൽ 1-ലാണ് ഈ കാർ റെൻ്റൽ കമ്പനികളെല്ലാം ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 1-2 ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാം റോങ് ഡയറക്ഷൻസ് എല്ലാം പറഞ്ഞു തന്നു. അവിടെ ഇവിടെയൊക്കെ വെറുതെ ചുമ്മാ കറങ്ങി തിരിയാൻ വേണ്ടി അവർ വഴിതെറ്റിച്ച് തന്നു. അങ്ങനെ അവസാനം ഒരു എയർപോർട്ട് ഉദ്യോഗസ്ഥൻ എന്ന് തന്നെ ഞങ്ങൾ ടെർമിനൽ 1-ലുള്ള ചെക്ക് ഇൻ ഏരിയ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് കയറേണ്ട ഏരിയയിലാണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ അവയ്ക്കിൻ്റെ ഒരു സെൻറ്റർ അവിടെ ഉണ്ട്. പക്ഷേ അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. കാരണം ആഫ്റ്റർ അവേഴ്സ് ഇത് സമയം ഏകദേശം 10 മണിയായി. അപ്പോൾ 10 മണിയാകുമ്പോൾ ശരിക്കും ഈ കാർ കമ്പനികളുടെ ഉള്ളിലെ ടെർമിനലിനകത്തുള്ള ഓഫീസുകളെല്ലാം പ്രവർത്തനം അവസാനിപ്പിച്ച് അവർ ഒരു 6 മണിയോടെ അവർ പുറത്ത് ഈ ഒരു കാർ യാർഡുണ്ട്. അവിടെയാണ് ശരിക്കും റെൻ്റ് കാറുകളുടെ ബിസിനസ് ആഫ്റ്റർ അവേഴ്സിൽ നടക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന യാർഡിലാണ്. അവിടെ ഒരുപാട് കാർ കമ്പനികളുടെ സെൻറ്ററുകളുണ്ട്, ഓഫീസുകളുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങളത് ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അന്റാലിയയിൽ വരുന്നവർ ശ്രദ്ധിക്കുക, ടെർമിനലിനകത്ത് ആഫ്റ്റർ അവേഴ്സിലാണ് നിങ്ങൾ എത്തിച്ചേരുന്നതെങ്കിൽ ടെർമിനലിനകത്തല്ല, ടെർമിനലിൽ ചേർന്ന് തന്നെയുള്ള ഒരു യാർഡിലാണ് ഈ കാർ റെൻറ്റിങ് സർവീസ് എല്ലാം ഉള്ളത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കാർ റെൻ്റൽ കമ്പനി കണ്ടുപിടിച്ചു. അവക്ക് കാർ റെൻ്റൽ എന്ന് പറയുന്നത് ഇത് കുട്സി എന്ന് പറയുന്ന ഒരു മാനേജറാണ്. അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ഈ ജിമെയിലൊരു OTP വരും. ആ OTP നമ്പർ വെച്ച് നമ്മൾ അപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് യാതൊരുവിധ പരിപാടികളുമില്ല. പക്ഷേ കാർ ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ പല കൂട്ടുകാർക്കും ടർക്കിയിൽ പോയി തന്നെ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് കാർ റെൻ്റിൽ. അപ്പോൾ അത് ഈ ടൈം ഞാൻ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ കാറിൻ്റെ എല്ലാ വശങ്ങളും ഉൾവശം, അതുപോലെ ഗ്ലാസ് ഏരിയ, കണ്ണാടി ഏരിയ, ടയറുകൾ എല്ലാം വളരെ വിശദമായിട്ട് ഫോട്ടോയും വീഡിയോയും എടുത്തിരുന്നു. സ്ക്രാച്ചുകളൊക്കെ വിശദമായിട്ട് റെക്കോർഡ് ചെയ്തു. അയാൾ ഇത് കുഴപ്പമൊന്നുമില്ല, ചെറിയ സ്ക്രാച്ചൊന്നും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളതിനും ചാർജ് ചെയ്തില്ലെന്ന് പറഞ്ഞെങ്കിലും ഞാനിതെല്ലാം വിശദമായി റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇത് കാർ റെൻ്റലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ലൈസൻസ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ പാസ്പോർട്ട്, ഇത്രയും സാധനങ്ങളാണ് എനിക്കിത് കൊടുക്കേണ്ടി വന്നത്. പാസ്പോർട്ടിൻ്റെ ലൈസൻസിൻ്റെ കോപ്പി അവരെടുത്തു.
അതുപോലെ എനിക്കായത് ബേബി സീറ്റ് അടക്കം 125 യൂറോയാണ്. അപ്പോൾ അത് 25 യൂറോ ബേബി കാർ സീറ്റിൻ്റെ റെൻ്റലും 100 യൂറോ 6 ദിവസത്തേക്ക് കാറിൻ്റെ റെൻ്റലും. ഇതാണ് എനിക്ക് 100 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 9,000 രൂപ ആണ് എനിക്ക് ഒരു 6 ദിവസത്തേക്ക് കാർ റെൻ്റലിന് ആയത്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി, അതുപോലെ റോഡിൻ്റെ വലത് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് ഞാൻ ആദ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നെർവസാണ് കേട്ടോ. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഭയങ്കര ഹംഗ്രിയാണ്. കാരണം രാത്രി കഴിക്കാൻ പറ്റില്ല ഡിന്നർ. അപ്പോൾ ഞങ്ങളിങ്ങനെ കട അന്വേഷിച്ച് നടക്കുക, എവിടെയെങ്കിലും ഡിന്നർ കഴിക്കാനൊരു പ്രൊവിഷൻ ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ പുറത്തൊരു ബർഗർ കിങ് കണ്ട്, ടെർമിനൽ 1ൻ്റെ പുറത്ത്, അന്റാലി എയർപോർട്ടിൻ്റെ പുറത്തുള്ള ഒരു ബർഗർ കിങ്. അവിടെ മെനു ഒക്കെ സെറ്റ് ചെയ്തെല്ലാം വച്ചിട്ടുണ്ട്. 520 ടർക്കിഷ് ലീറ, 530 ടർക്കിഷ് ലീറ, അങ്ങനെയൊക്കെ ഓരോ പ്രൈസാണ് ഉണ്ടായിരുന്നത്. അവർ സന്തോഷത്തോടെ എല്ലാം പാക്ക് ചെയ്ത് തിന്നുകയൊക്കെ ചെയ്തു. പക്ഷേ ഭയങ്കര പ്രൈസി ആയിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ടൂറിസ്റ്റുകളായതുകൊണ്ടെന്ന് അറിയില്ല, ശരിക്കും പെർ ഹെഡ് 13 യൂറോളം നമുക്ക് ഓരോ ബർഗർ മീലിന് വാങ്ങിച്ച്. അതുപോലെ അതെല്ലാം കൂടി ഈ നമ്മുടെ കൊക്കക്കോളയും അതുപോലെ ഫ്രൈസും എല്ലാ സാധനങ്ങളും ഒരു ബാഗിൽ ഡംപ് ചെയ്തിട്ട് എല്ലാം കൂടി നമുക്ക് തന്നെ. അത് ഓപ്പൺ, നമ്മൾ ഇച്ചിരി അങ്ങോട്ട് മാറി അവിടെ ഒരു ഡെസ്കിൽ ബെഞ്ചിൽ ഇരിക്കാനായിട്ട് വന്ന് ഇരുന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു അവസ്ഥ. കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അതിൻ്റെ ഉള്ളിൽ മൊത്തം കൊക്കക്കോളയൊക്കെ സ്പില്ലായി കഴിഞ്ഞ്. അപ്പോൾ 2 ബാഗിൽ അത് അഫക്റ്റ് ചെയ്തിരുന്നു. 2 ബാഗിൽ ചിപ്സിൽ, ഫ്രൈസിൽ മുഴുവൻ കൊക്കക്കോള മറഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. അതുപോലെ ഇതായിരുന്നു അവസ്ഥ, കണ്ടല്ലേ, കോള മറിഞ്ഞിടക്കുക. അത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കോളയും ഈ ഫ്രൈസും എല്ലാം കൂടി ഒരു ബാഗിൽ ഒരുമിച്ച് പാക്ക് ചെയ്ത്, ഒരു സേഫ്റ്റി ഇല്ലാത്ത രീതിയിലാണ് ഇത് പാക്ക് ചെയ്ത് തന്നെ. അപ്പോൾ എന്താണെങ്കിലും ഹൈലി പ്രൈസി ആയിരുന്നു താനും. അപ്പോൾ ശ്രദ്ധിക്കുക, ബർഗർ കിങ്ങിൽ കയറാതിരിക്കുക. ബർഗർ കിങ്ങിൽ ടർക്കിയിൽ അയർലൻഡിനേക്കാളും പ്രൈസിയാണ്. അതുപോലെ അവിടുത്തെ ഫുഡ് പാക്ക് ചെയ്ത് തരുന്നത് ഒന്നും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള രീതിയിലല്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളുടെ സ്ഥലം, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വന്നു. ഇതൊരു സർവീസ്ഡ് അപ്പാർട്ട്മെൻറ്റാണ്. നോട്ടസ് എന്നാണ് ഇതിൻ്റെ പേര്. ലാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അന്റാലിയയിൽ ലാറ എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്, വണ്ടി പാർക്കിംഗ് ഉണ്ട്. നോട്ടസ് സർവീസ്ഡ് അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അതിനകത്തേക്ക് കയറാനായിട്ട് ഒരു ഡോറ്, അത് നമ്മുടെ മതിലിൽ തന്നെ ഒരു ഡോറ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ട്രീസൊക്കെ വെച്ച് ഒരു ഹാങ് ഔട്ട് ഏരിയ ഒക്കെ അവിടെ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വലത് സൈഡിലായിട്ട്. നമുക്കവിടെ വൈകുന്നേരങ്ങളിൽ ഇരിക്കാനും ഫാമിലിയായിട്ട് ഇരിക്കാനും വർത്തമാനം പറയാനും നല്ല വെയിലുള്ള സമയത്ത് ഔട്ട്ഡോർ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു ആംബിയൻസാണ് ആ ഒരു ഏരിയ. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ്സിന് ഞങ്ങൾക്കായത് ഏകദേശം 360 യൂറോ, അതായത് ഒരു 32,000-33,000 ഇന്ത്യൻ റുപ്പീസാണ് ഏകദേശം 5 ദിവസത്തെ 5 ഡേയ്സ് സ്റ്റേക്കായത്. അപ്പോൾ അത് ഞങ്ങൾ booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. നോട്ടസ് എന്നാണ് ഈ സർവീസ് അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പേര്. ഞങ്ങളുടെ കാറാണ് ഈ മുമ്പിൽ കിടക്കുന്നത്. എൻ്റെ കുഞ്ഞുമോളാണ്. കുട്ടികളെല്ലാം ഈ അപ്പാർട്ട്മെൻറ്റിൽ വളരെ ഹാപ്പിയാണ്. 2 ബെഡ്റൂമുണ്ട് ഇവിടെ. അത് നല്ല ഫെസിലിറ്റീസ് ഉള്ള അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. നല്ലൊരു സിറ്റിംഗ് റൂമുണ്ട്, അവിടെ കുട്ടികളിരുന്ന് TV വാച്ച് ചെയ്യാണ്. നല്ലൊരു ഫ്രിഡ്ജുണ്ട്, അതുപോലെ കുക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. ചെറിയ കിച്ചണുണ്ട്, ഫ്രിഡ്ജ് അത്യാവശ്യം വർക്കിംഗ് കണ്ടീഷനുള്ള ഫ്രിഡ്ജ് തന്നെയാണ്. അയണിങ്ങിനുള്ളൊരു ഏരിയ ഉണ്ട്. അതുപോലെ നമ്മുടെ കുറച്ച് കബോർഡുകളൊക്കെ ഉണ്ട്. കബോർഡുകളിലൊക്കെ അത്യാവശ്യം യുട്ടൻസിൽസും അതുപോലെ മൈക്രോവേവ്, നമുക്കൊരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ അപ്പാർട്ട്മെൻറ്റ് ഉള്ളതെന്നാണ് ഈ അപ്പാർട്ട്മെൻറ്റ് പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്പാർട്ട്മെൻറ്റ് ഫാമിലികൾക്ക് എന്തുകൊണ്ടും വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ യുട്ടൻസിലുകളും അതുപോലെ കുക്കിംഗ് എക്യുപ്മെൻറ്റ്സും ഈ അപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു.
ടോയ്ലറ്റ് ഒരു കോമൺ ടോയ്ലറ്റായിരുന്നു. പക്ഷേ ടോയ്ലറ്റ് വലിയ ടോയ്ലറ്റായിരുന്നു. അതുപോലെ വാഷിംഗ് മെഷീനുണ്ട്, ഡിഷ് വാഷറുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ മറ്റൊരു സൗകര്യം ഈ അപ്പാർട്ട്മെൻറ്റിൽ നല്ല ഒരു പൂളുണ്ടെന്നുള്ളതാണ്. എൻ്റെ മക്കൾക്ക് പൂള് ഭയങ്കര ഇഷ്ടമാണ്. പൂളുള്ളിടത്ത് താമസിക്കാൻ പ്രിഫർ ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ ശരിക്കും നൈറ്റ് വ്യൂ ആണിത് പൂളിൻ്റെ. വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി സൈസിലുള്ള ഒരു പൂള് തന്നെയാണ്. കിഡ്സിനായിട്ടൊരു കിഡ്സ് പൂള് സെപ്പറേറ്റ് അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട്, അതുപോലെ അഡൽസിനായിട്ട് അഡൽസ് ഏരിയയ്ക്കുള്ള പൂളും. പൂള് റിയലി എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. റിയലി എൻജോയബിൾ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് യാർഡിലായിരുന്നു ഈ പൂളുണ്ടായിരുന്നത്. അത് ചേർന്ന് തന്നെ, ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് ഈ പൂളുണ്ടായിരുന്നത്. അപ്പോൾ പൂള് ഞാനും കുട്ടികളും ഈവനിങ്ങിൽ റിലാക്സേഷനായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സർവീസ്ഡ് അപ്പാർട്ട്മെൻറ്റ്സ് ശരിക്കും ഫാമിലി ഫ്രണ്ട്ലിയാണ്, കോസ്റ്റ് എഫക്റ്റീവാണ്. ശരിക്കും ഒരാഴ്ചയൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ ഹോട്ടലിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പകുതി പ്രൈസിൽ തന്നെ നമുക്ക് സുരക്ഷയും അതുപോലെ തന്നെ പ്രൈവസിയും എല്ലാം ഉള്ള, നമുക്ക് അത്യാവശ്യ സൗകര്യങ്ങളുള്ള, ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കുക്കിംഗ് ഫെസിലിറ്റീസ് ഉള്ള ഇത്തരം സർവീസ്ഡ് അപ്പാർട്ട്മെൻറ്റ്സ് എന്തുകൊണ്ടും ഫാമിലി ആയിട്ട് ഹോളിഡേയ്സിന് ടർക്കിയിൽ വരുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കും, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ പൂളിലൊക്കെ കുളിച്ച് നന്നായിട്ട് തണുത്ത് റിലാക്സ് ചെയ്ത് ഉറങ്ങിയതിന് ശേഷം നാളെ ശരിക്കും ഞങ്ങൾക്കൊരു യാത്രയുണ്ട്. നാളെ ഞങ്ങൾ പാമുക്കാല എന്ന് പറയുന്ന ഡെനിസിൽ പ്രവിശ്യയിലുള്ള ഈ അൻഡാലിയിൽ നിന്ന് ഏകദേശം 350 കിലോമീറ്റർ ദൂരത്തുള്ള ഈ പാമുക്കാല എന്ന് പറയുന്ന അവിടെ ഹോട്ട് സ്പ്രിങ്സ്, ലോകത്തിലെ ഈ ഹോട്ട് സ്പ്രിങ്സ് മലകളിൽ നിന്ന് വരുന്ന ഹോട്ട് സ്പ്രിങ്ങുകളിൽ വളരെ യുണീക്കായിട്ടുള്ള ഒരു ഹോട്ട് സ്പ്രിങ് ഉള്ള സ്ഥലമാണ് ഈ പാമുക്കാല എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ പാമുക്കാല അതൊരു ഗ്രീക്ക് സെറ്റിൽമെൻറ്റ്സ് ആയിരുന്നു. അവിടെ ഏൻഷ്യൻ്റ് ഗ്രീക്ക് സിറ്റി ആയിരുന്ന ഹിറാപ്പോളിസ് എന്ന് പറയുന്ന ഒരു സിറ്റിയുണ്ട്. അതിപ്പോൾ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര പാമുക്കാലിലേക്കാണ്. അവിടെ ഈ ഹോട്ട് സ്പ്രിങ്ങും അതുപോലെ ഹിറാപ്പോളിസ് എന്ന് പറഞ്ഞ ഏൻഷ്യൻ സിറ്റിയും കാണാനുള്ള ഒരു ഈ ടൂറിലാണ്. ഞാൻ ശരിക്കും കുറച്ച് നെർവസാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ. കാരണം 350ഓളം കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്യണം അവിടെ എത്താനായിട്ട്, വൺ സൈഡ്. അപ്പോൾ ഞങ്ങളുടെ കൂടുതൽ ടർക്കിഷ് എക്സ്പീരിയൻസ് വാച്ച് ചെയ്യുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ശനിയാഴ്ച രാവിലെ 11:30 മണി ഇന്ത്യൻ ടൈമിനും ഐറിഷ് ടൈം 6 AM അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ്പ് ഇൻ ടച്ച്.